ഹായ്. ഇപ്പോഴും വീട് പണി വെക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ മാർബിൾ ഇരിക്കണോ, ഗ്രാനൈറ്റ് ഇരിക്കണോ, അതിൽ ടൈൽസ് ഇരിക്കണോ എന്നുള്ളത്. നിങ്ങൾ ഈ കോറിയിൽ നിന്ന് കണ്ടു നോക്കി. ഈ കോറിയുടെ താഴ്ച ഉണ്ടല്ലോ ഏകദേശം 400 ഫീറ്റിലധികം കേട്ടോ. ഇത്ര വർഷമായിട്ടെന്ന് അറിയാം, 30 വർഷത്തിന് മുകളിൽ തുടങ്ങിയ കോറികളാണ് ഇതൊക്കെ. ഇത്രയും കല്ലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇവിടെ നിന്നാണ് പോകുന്നത്. നമ്മുടെ ഈ രാജസ്ഥാനിൽ നിന്നാണ് പോകുന്നത്, നാച്ചുറലായ മെറ്റീരിയൽസ്. അപ്പോൾ അവർക്കെല്ലാം ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്നതുകൊണ്ടാട്ടോ അവരെത്രയും വിരിക്കുന്നത്. കാരണം ഫ്ലോറിങ്ങിന് മാത്രമാണല്ലോ ഈ മെറ്റീരിയൽ പോകുന്നത്. നമ്മുടെ നാട്ടിലേക്ക് എപ്പോഴും സംശയം, നമ്മുടെ നാട്ടിൽ എപ്പോഴും കളറിൻ്റെ ഡിസൈൻസിനനുസരിച്ച് ടൈലിലേക്കും അതല്ലെങ്കിൽ കളർ ചെയ്ത ഗ്രാനൈറ്റിലേക്കൊക്കെ മാറിപ്പോവാണ്, നാച്ചുറൽ അല്ലാത്ത മെറ്റീരിയൽസിലേക്ക് പോവാണ്. നിങ്ങളൊരു ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു 20 ലക്ഷം മുതൽ 50 ലക്ഷം 1 കോടി വരെയൊക്കെയുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ലൈഫ് ടൈമിൽ ഒരു വീടല്ലേ വെക്കുള്ളൂ. ആ വീട് വെക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരഭാഗം ടച്ച് ചെയ്യുക. ആ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്ന ഭാഗം ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ഫ്ലോറിങ്. അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയുള്ള മെറ്റീരിയൽസ് വിരിച്ചിട്ട് എന്താണ് കാര്യം? നല്ല പക്ക നാച്ചുറൽ ആയുള്ള മെറ്റീരിയൽസ്. ഞങ്ങൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞങ്ങൾ ഏകദേശം 30 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ, മാർബിളിൻ്റെ ഫീൽഡിൽ ഞങ്ങൾ അന്നും ഇന്നും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി, ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്, ഞങ്ങൾ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ ഡയറക്റ്റ് കോറിയിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ എന്തായാലും കിട്ടില്ല. കോറിയിൽ നിന്ന് നേരെ ഫാക്ടറിക്ക് എത്തിയിട്ട് അവിടെ നിന്ന് മെറ്റീരിയൽസ് നേരിട്ട് ശരിക്കും കണ്ട് കൺഫേം ആക്കി അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അതിനെന്താണോ ക്വാളിറ്റി ഉള്ളത്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യാറുള്ളത്. അത് ഞങ്ങളുടെ കൂടെയുള്ള ഇത്രയും വലിയ ഒരു കസ്റ്റമേഴ്സ് ശൃംഖല നോക്കിക്കഴിഞ്ഞാൽ തന്നെ, നിങ്ങൾക്ക് ഡാറ്റാബേസ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഫീഡ്ബാക്ക് വരുന്നുണ്ട്, ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള. നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു വീടിന് ഫ്ലോറിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മാർബിളോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്തോളൂ.